ചൂടാവുന്നതിനനുസരിച്ച് വികസിക്കുന്ന ഒരു മെറ്റൽ ഭാഗമാണ് റേഡിയേറ്ററിലെ തെർമോസ്റ്റാറ്റ്. ചിത്രത്തിൽ ഒരു ബെല്ലോ ടൈപ്പ് തെർമോസ്റ്റാറ്റ് വാൽവാണ് കാണാൻ സാധിക്കുന്നത്. ഈ ബെല്ലോയുടെ ഉൾഭാഗത്തായി ഒരു വോളറ്റൈൽ ലിക്വിഡ് നിറച്ചിരിക്കും. ഈ വോളറ്റൈൽ ലിക്വിഡ് അസറ്റോൺ ആൽക്കഹോൾ ആയിരിക്കും. ബെല്ലോയ്ക്ക് ചുറ്റുമായി നിൽക്കുന്ന വെള്ളത്തിൻ്റെ താപം 75 ഡിഗ്രിയിൽ മുകളിലേക്ക് ഉയരുമ്പോൾ ഇതിനകത്തെ വോളറ്റൈൽ ലിക്വിഡ് വേപ്പറൈസ് ആകുന്നു. അതിൻ്റെ ഫലമായി ബെല്ലോ എക്സ്പാൻഡ് ആവുന്നു. ബെല്ലോ എക്സ്പാൻഡ് ആകുമ്പോൾ ഈ സീറ്റിലിരിക്കുന്ന വാൽവ് ഈ സീറ്റിൽ നിന്നും മുകളിലേക്ക് ഉയരുന്നു. അതിൻ്റെ ഫലമായി ഇവിടെ ചൂട് പിടിച്ച് കിടക്കുന്ന വാട്ടർ ഈ വഴിയിലൂടെ റേഡിയേറ്ററിലേക്ക് എസ്കേപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ചില സമയങ്ങളിൽ എൻജിൻ തണുത്തു തന്നെ ഇരിക്കും. അപ്പോൾ റേഡിയേറ്ററിൽ പോകാതെ വെള്ളം എൻജിൻ ബ്ലോക്കിൽ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. വെള്ളം വേണ്ടത്ര ചൂടാവുന്നത് വരെ ഈ സർക്കുലേഷൻ തുടരുന്നു. അതിനുശേഷം മാത്രമേ തെർമോസ്റ്റാറ്റ് തുറക്കുകയുള്ളൂ. വെള്ളത്തിൻ്റെ ചൂട് ഒരു പരിധി എത്തുന്നത് വരെ, ഉദാഹരണത്തിന് 75 ഡിഗ്രി സെൽഷ്യസ് വരെ തെർമോസ്റ്റാറ്റ് പൂർണ്ണമായും അടഞ്ഞിരിക്കും. അതായത് ഈ സമയത്ത് വാട്ടർ റേഡിയേറ്ററിലേക്ക് പോകുന്നില്ല. അതേ വെള്ളം ബൈപ്പാസിലൂടെ സർക്കുലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും.